ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായിരുന്ന ഓസ്കാറിനെ ആരാധകർ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. നമുക്കറിയാം, ഒരുപാട് കാലം ബ്രസീലിന് വേണ്ടി അദ്ദേഹം കളിച്ചിരുന്നു, ചെൽസിക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിരുന്നു. വലിയ ഭാവി കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു താരമായിരുന്നു ഓസ്കാർ. പക്ഷെ പിന്നീട് അദ്ദേഹം ചൈനയിലേക്ക് മടങ്ങി. അദ്ദേഹത്തിന് ലഭിച്ച ആ ഒരു ഹൈപ്പിന് അനുസരിച്ചുള്ള പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിസ്മൃതിയിലേക്ക് ആണ്ടുപോവുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓസ്കാർ ബ്രസീലിയൻ ലീഗിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. സാവോ പോളോക്ക് വേണ്ടിയാണ് ഓസ്കാർ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മികച്ച പ്രകടനം അദ്ദേഹം അവിടെ നടത്തുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ 1-4 ഗോളുകൾക്ക് സാവോ പോളോ വിജയിച്ചിരുന്നു. ആ മത്സരത്തിൽ 1 ഗോളും 1 അസിസ്റ്റും നേടിക്കൊണ്ട് തിളങ്ങിയത് ഓസ്കാർ തന്നെയാണ്. പൗളിസ്റ്റ A1-ൽ 4 മത്സരങ്ങൾ കളിച്ച ഓസ്കാർ 2 ഗോളുകളും 2 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. 33-കാരനായ ഈ താരത്തെ ഇപ്പോൾ ബ്രസീൽ ദേശീയ ടീം വീണ്ടും പരിഗണിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ESPN ബ്രസീലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ബ്രസീലിയൻ ലീഗിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഇപ്പോൾ ബ്രസീൽ ദേശീയ ടീമിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫിനെ വളരെയധികം ഇംപ്രസ് ചെയ്യിച്ചു എന്നുള്ളതാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓസ്കാറിനെ അവർ പരിഗണിക്കുന്നുണ്ട് എന്നാണ് വാർത്ത. കൂടാതെ ആലിസൺ, പാബ്ലോ, മയ, വെൻഡൽ എന്നിവരെയും ഈ ഒരു ടെക്നിക്കൽ സ്റ്റാഫ് പരിഗണിക്കുന്നുണ്ട് എന്ന കാര്യം ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അടുത്ത മാസം 2 മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട്. അധികം വൈകാതെ ആ ടീമിനെ പ്രഖ്യാപിച്ചേക്കും. ആ ടീമിൽ ഓസ്കാറിന് ഇടമുണ്ടാകും എന്നുള്ളതൊന്നും നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ ഓസ്കാറിനെ അതിലേക്ക് പരിഗണിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മികച്ച പ്രകടനം സമീപകാലത്ത് നടത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു താരം തന്നെയാണ് ഓസ്കാർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചൈനീസ് ലീഗിലെ കണക്കുകളൊക്കെ എടുത്തു നോക്കിയാൽ മതി. കഴിഞ്ഞ സീസണിൽ ചൈനീസ് ലീഗിൽ 29 മത്സരങ്ങൾ കളിച്ച താരം 14 ഗോളുകളും 20 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ AFC ചാമ്പ്യൻസ് ലീഗിൽ 1 ഗോളും 6 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ ഓസ്കാറിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ചൈനയിലും ഏഷ്യയിലും ഒക്കെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ബ്രസീലിയൻ ലീഗിലേക്ക് മടങ്ങിയെത്തിയപ്പോഴാണ് കൂടുതൽ ശ്രദ്ധ അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും ബ്രസീൽ ദേശീയ ടീമിന് വേണ്ടി 48 മത്സരങ്ങൾ കളിച്ച താരം 12 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2016-ലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. ഓസ്കാറിനെ ഇനി ബ്രസീൽ ടീമിലേക്ക് മടങ്ങിയെത്താൻ കഴിയുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.